JB ഫോർടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു 12 വോൾട്ട് പവർ സപ്ലൈ ആണ്. ഒരു 12 വോൾട്ട് പവർ സപ്ലൈ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് ഫുൾ ട്യൂട്ടോറിയലായിട്ടാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 12 വോൾട്ട് ട്രാൻസ്ഫോമർ, ഒരു കപ്പാസിറ്റർ, 2 ഡയോഡ്. ഇതിൽ സെൻറ്റർ ടാപ്പിംഗ് ഉള്ള ട്രാൻസ്ഫോമറാണിത്. 12-0-12 ഇങ്ങനെയുള്ള ട്രാൻസ്ഫോമറിൽ 3 കണക്ഷൻസ് ഉണ്ടാവും. ഇത് വേറെ ഒരു ഉപകരണത്തിൽ നിന്ന് ഞാൻ അയച്ചെടുത്ത ട്രാൻസ്ഫോമറാണ്. അതുകൊണ്ട് അതിനാവശ്യമായ സപ്ലൈസ് വേറെയുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണ്ട, നമുക്ക് ഈ 3 കണക്ഷൻസ് മാത്രം മതി. ഇത് വെച്ച് എങ്ങനെ നമുക്കൊരു 12 വോൾട്ട് പവർ സപ്ലൈ നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. നമുക്ക് ഈ ട്രാൻസ്ഫോമറിനെ കുറിച്ച് ആദ്യം ഒന്ന് പഠിക്കാം. ഈ ട്രാൻസ്ഫോമറിൻ്റെ AC കൊടുക്കേണ്ട പ്രൈമറി കോയിലാണിത്. ട്രാൻസ്ഫോമറിന് പ്രൈമറി, സെക്കൻഡറി അങ്ങനെ 2 കോയിലുണ്ടാവും. ഇതിൽ പ്രൈമറി കോയിലാണ് നമ്മൾ AC കൊടുക്കേണ്ടത്. ഇതാണ് ഈ റെഡ് വരുന്നതാണ് ഇതിൻ്റെ പ്രൈമറി കോയിൽ എന്ന് പറയുന്നത്. ഇനി ഇതാണ് ഇതിൻ്റെ സെക്കൻഡറി. ഈ സെക്കൻഡറി വരുന്നത് 12-0. നമുക്ക് ഈ പ്രൈമറി വൈൻഡിങ്ങിൽ 230 വോൾട്ട് AC കൊടുക്കുമ്പോൾ ഈ സെക്കൻഡറി വൈൻഡിങ്ങിൽ നമുക്ക് 12 വോൾട്ട് AC ലഭിക്കുന്നു. ഈ 12 വോൾട്ട് ACയെ നമുക്ക് DC ആക്കി മാറ്റുന്നതിന് 2 ഡയോഡുകൾ ആവശ്യമുണ്ട്. ഇതാണ് ഡയോഡുകൾ. ഈ ഡയോഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു കോഡുള്ള ഭാഗം അതിനെ കാഥോഡെന്നും ഇതിൻ്റെ ഈ സൈഡിനെ ആനോഡ് എന്നും പറയുന്നു. ഇത് കാഥോഡ്, ഇത് ആനോഡ്. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് ഈ ACയെ DC ആക്കി മാറ്റുന്നുള്ള കണക്ഷൻ കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ ഈ ട്രാൻസ്ഫോമറിൽ 12-0-12 എന്ന വൈൻഡിങ് വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഒരു 12ൻ്റെ ഒരു വയറെടുത്തതിന് ശേഷം നമ്മൾ ഈ ഡയോഡിൻ്റെ ആനോഡിൽ കണക്ട് ചെയ്യുന്നു. അടുത്ത 12 വോൾട്ട് വരുന്ന വയറെടുത്ത് നമ്മൾ അടുത്ത ഡയോഡിൻ്റെ ആനോഡിൽ സോൾഡർ ചെയ്യുന്നു. അതിനുശേഷം 2 കാഥോഡുകളും കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നേരെ ഫിൽറ്റർ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കിട്ടുന്ന വോൾട്ട്, അതായത് ഈ 2 ഡയോഡിൻ്റെയും ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന DC എന്ന് പറയുന്നത് പ്യുവർ DC അല്ല, പൾസേറ്റിംഗ് DC ആണ്. ഈ പൾസേറ്റിംഗ് DCയെ ഫിൽറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ കപ്പാസിറ്റർ കൊടുക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ടാപ്പ് വരുന്നത് നേരെ ഈ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലേക്കും കൊടുക്കുന്നു. ഇതിനെ നേരെ എടുത്ത് പോസിറ്റീവിലേക്ക് കൊടുക്കുന്നു, കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കുന്നു. ഈ നെഗറ്റീവ് വയറിനെ, ഈ കറുത്ത വയറിനെ നമ്മളിതിനെ പോസിറ്റീവിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ കപ്പാസിറ്ററിൽ കറക്റ്റ് പ്യുവറായിട്ടുള്ള 12 വോൾട്ട് DC ലഭിക്കും. അപ്പോൾ അതുകൂടി ഞാനൊന്ന് സോൾവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കൂട്ടിച്ചേർത്ത കാഥോഡുകൾ നേരെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലേക്കും ഇതിൻ്റെ സെൻറ്റർ ടാപ്പിംഗ് വന്നിട്ടുള്ള വയറെടുത്ത് നേരെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലേക്കും കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നെഗറ്റീവ് വോൾട്ടും ഇവിടെ പോസിറ്റീവ് വോൾട്ടും ലഭിക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന കറക്റ്റ് പോസിറ്റീവ് വോൾട്ട് ഇവിടെ നെഗറ്റീവ് ആണ് കൊടുക്കുക. ഒരു കാരണവശാലും തിരിച്ചു കൊടുത്താൽ കപ്പാസിറ്റർ ഡാമേജ് ആകും. ഇവിടെ വിവരിക്കാം. ഇത് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയാണ്. ഇവിടെ നമ്മൾ AC 230 വോൾട്ട് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ 12 വോൾട്ട് AC ലഭിക്കുന്നു. ACയെ DC ആക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മളിവിടെ 2 ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഡയോഡിൻ്റെ ആനോഡിലേക്ക് ഒരു പിന്നും മറ്റേ ഡയോഡിൻ്റെ ആനോഡിലേക്ക് അടുത്ത 12 വോൾട്ട് വയറും കൊടുക്കുന്നു. അതിനുശേഷം 2 കാഥോഡുകളും കൂട്ടി ഷോർട്ട് ചെയ്ത് നേരെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കുന്നു. സെൻറ്റർ ടാപ്പിംഗ് നേരെ എടുത്ത് നെഗറ്റീവിലേക്ക് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരു ഫുൾ വേവ് റെക്ടിഫയർ ഇവിടെ ലഭിച്ചു. ഈ തരം പവർ സപ്ലൈകൾ
ഇലക്ട്രോണിക്സ് ഇഷ്ടപ്പെടുന്നവർക്കും ഇലക്ട്രോണിക്സ് പഠിക്കുന്നവർക്കും എപ്പോഴും ആവശ്യം വരുന്ന ഒന്നാണ്. നമ്മളുടെ കയ്യിലുള്ള നമുക്ക് ആംപ്ലിഫയർ സെറ്റ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ ഹോബി സർക്യൂട്ട് സെറ്റ് ചെയ്യുന്നതിനും എന്തെല്ലാം ആവശ്യത്തിനും നമുക്കൊരു അത്യന്താപേക്ഷിതമായ ഒരു ഉപകരണമാണ് 12 വോൾട്ട് സപ്ലൈ എന്ന് പറയുന്നത്. ഇത് സപ്ലൈ തന്നെ 2 തരത്തിലുള്ള സപ്ലൈസ് ഉണ്ട്. SMPS ഉണ്ട്, സ്വിച്ച് മോഡ് പവർ സപ്ലൈസ് ഉണ്ട്. ഇത് ട്രാൻസ്ഫോമർ സപ്ലൈ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഇതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ അസംബിൾ ചെയ്ത പവർ സപ്ലൈയുടെ വോൾട്ടേജ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നതിനായിട്ട് ബ്ലാക്ക് പ്രോബ് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലും റെഡ് പ്രോബ് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലും കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നോക്കൂ, 15 വോൾട്ട് ഇവിടെ വരുന്നുണ്ട്. 15 വോൾട്ട് വരാനുള്ള കാരണം ഈ കപ്പാസിറ്ററിൽ ലോഡ് കൊടുക്കാത്തത് കൊണ്ടാണ്. നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആംപ്ലിഫയറോ മറ്റേത് ഉപകരണങ്ങളും ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വോൾട്ട് കറക്റ്റ് 12 വോൾട്ടായിട്ട് അവിടെ മാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇലക്ട്രോണിക്സ് പഠിക്കാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരും. താങ്ക്